ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. സംസ്ഥാനത്തെ ബാറുകളിൽ മദ്യത്തിൻ്റെ അളവിൽ കൃത്രിമത്വം കണ്ടെത്തുന്നതിനായി വിജിലൻസ് വ്യാപകമായി നടത്തിയ പരിശോധന ഓപ്പറേഷൻ ബാർകോഡ്. സംസ്ഥാനത്തെ ബാറുകളിൽ മദ്യത്തിൻ്റെ അളവിൽ കൃത്രിമത്വം കണ്ടെത്തുന്നതിനായി വിജിലൻസ് വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ബാർകോഡ്. അന്താരാഷ്ട്ര വനിതാ 2020 മത്സരങ്ങളിൽ ഏറ്റവും അധികം വിജയങ്ങൾ നേടുന്ന ക്യാപ്റ്റൻ എന്ന ബഹുമതി ലഭിച്ചത് ഹർമൻപ്രീത് കൗർ. അന്താരാഷ്ട്ര വനിതാ 2020 മത്സരങ്ങളിൽ ഏറ്റവും അധികം വിജയങ്ങൾ നേടുന്ന ക്യാപ്റ്റൻ എന്ന ബഹുമതി ലഭിച്ചത് ഹർമൻപ്രീത് കൗർ. ഗോവയിൽ പുതുതായി നിലവിൽ വരുന്ന ജില്ല കുശാവതി. ഗോവയിൽ പുതുതായി നിലവിൽ വരുന്ന ജില്ല കുശാവതി. ദക്ഷിണ ധ്രുവത്തിലേക്ക് സഞ്ചരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. ദക്ഷിണ ധ്രുവത്തിലേക്ക് സഞ്ചരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ. യൂറോസോണിൻ്റെ ഭാഗമാവുന്ന 21ാമത് രാജ്യം ബൾഗേറിയ. യൂറോസോണിൻ്റെ ഭാഗമാവുന്ന 21ാമത് രാജ്യം ബൾഗേറിയ. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസിനായി പരിഗണിക്കുന്നത് ഗുവാഹട്ടി ഹൗറ. രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസിനായി പരിഗണിക്കുന്നത് അസമിലെ ഗുവാഹട്ടി, പശ്ചിമ ബംഗാളിലെ ഹൗറ. സ്ത്രീകളുടെ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി കനൽ. സ്ത്രീകളുടെ ശാക്തീകരണവും സുരക്ഷയും ലക്ഷ്യമിട്ട് വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി കനൽ. കേരളത്തിൽ ഇനി മുതൽ ജനുവരി 4 ഏത് ദിവസമായാണ് ആചരിക്കുക? രജിസ്ട്രേഷൻ ദിനം. കേരളത്തിൽ ഇനി മുതൽ ജനുവരി 4 ഏത് ദിവസമായാണ് ആചരിക്കുക? രജിസ്ട്രേഷൻ ദിനം. ന്യൂയോർക്കിൻ്റെ എത്രാമത് മേയറായാണ് ആദ്യ ഇന്ത്യൻ വംശജനും ആദ്യ മുസ്ലിം വ്യക്തിയുമായ സൊഹറാൻ മംദാനി ചുമതലയേറ്റത്? 112. ന്യൂയോർക്കിൻ്റെ എത്രാമത് മേയറായാണ് ആദ്യ ഇന്ത്യൻ വംശജനും ആദ്യ മുസ്ലിം വ്യക്തിയുമായ സൊഹറാൻ മംദാനി ചുമതലയേറ്റത്? 112. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് RK അഗർവാൾ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് RK അഗർവാൾ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി രാജൻ ഗുരുക്കൾ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി നിയമിതനായ വ്യക്തി രാജൻ ഗുരുക്കൾ. അന്താരാഷ്ട്ര 2020 ടൂർണമെൻറ്റിൽ 8 വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ സോനം യശി. ഭൂട്ടാനിലുള്ള ആളാണ്. അന്താരാഷ്ട്ര 2020 ടൂർണമെൻറ്റിൽ 8 വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ സോനം യശി. വിട പറഞ്ഞു പോയവർ മാധവ് ഗാഡ്ഗിൽ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ 83 വയസ്സായിരുന്നു, അന്തരിച്ചു. ഇന്ത്യയിലെ ജനകീയ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഗാഡ്ഗിൽ അധ്യക്ഷനായ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി 2011 സമർപ്പിച്ച റിപ്പോർട്ട് ഇന്നും ചർച്ചാ വിഷയമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ 75% പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. പശ്ചിമഘട്ടത്തിലെ അശാസ്ത്രീയ വികസനങ്ങൾ വൻ ദുരന്തത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 7 പുസ്തകങ്ങളും 225-ലധികം ശാസ്ത്ര പ്രബന്ധങ്ങളും രചിച്ചു. എ വോക്കപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നത് ആത്മകഥയാണ്. പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ ലഭിച്ചു. മാധവ് ഗാഡ്ഗിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ
മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. ഇന്ത്യയിലെ ജനകീയ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തിയാണ് മാധവ് ഗാഡ്ഗിൽ. ഗാഡ്ഗിൽ അധ്യക്ഷനായ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി 2011 സമർപ്പിച്ച റിപ്പോർട്ട് ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. പശ്ചിമഘട്ടത്തിന്റെ 75% പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. പശ്ചിമഘട്ടത്തിലെ അശാസ്ത്രീയ വികസനങ്ങൾ വൻ ദുരന്തത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 7 പുസ്തകങ്ങളും 225-ലധികം ശാസ്ത്ര പ്രബന്ധങ്ങളും രചിച്ചു. എ വോക്കപ്പ് ദ ഹിൽ ലിവിംഗ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നത് ആത്മകഥയാണ്. പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ ലഭിച്ചു. VK ഇബ്രാഹിം കുഞ്ഞ്, മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് 73 വയസ്സായിരുന്നു, അന്തരിച്ചു. 2001-2006 വർഷങ്ങളിൽ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2011-ലും 2016-ലും കളമശ്ശേരി നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. 2005-ൽ PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതോടെ മന്ത്രിയായി. 2011-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയി. VK ഇബ്രാഹിം കുഞ്ഞ്, മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചു. 2001-2006 വർഷങ്ങളിൽ കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2011-ലും 2016-ലും കളമശ്ശേരി നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തു. 2005-ൽ PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചതോടെ മന്ത്രിയായി. 2011-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. സുരേഷ് കൽമാടി, മുൻ കേന്ദ്രമന്ത്രിയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന സുരേഷ് കൽമാടി 81 വയസ്സ്, അന്തരിച്ചു. 1982-ൽ ആദ്യമായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1995-96 PV നരസിംഹറാവു മന്ത്രിസഭയിൽ റെയിൽവേ സഹമന്ത്രിയായിരുന്നു. റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക സഹമന്ത്രിയാണ് സുരേഷ് കൽമാടി. 1996, 2004, 2008 വർഷങ്ങളിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. സുരേഷ് കൽമാടി, മുൻ കേന്ദ്രമന്ത്രിയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായിരുന്ന സുരേഷ് കൽമാടി അന്തരിച്ചു. 1982-ൽ ആദ്യമായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1995-96-ൽ PV നരസിംഹറാവു മന്ത്രിസഭയിൽ റെയിൽവേ സഹമന്ത്രിയായിരുന്നു. റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക സഹമന്ത്രിയാണ്. 1996, 2004, 2008 വർഷങ്ങളിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക സഹമന്ത്രിയാണ് സുരേഷ് കൽമാടി. ഓക്കെ, രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകളുടെ പുതിയ പേര് ലോക് ഭവൻ, ജനങ്ങളുടെ ഭവനം. ഡൽഹിയിലടക്കമുള്ള ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതികളായ രാജ്നിവാസുകളുടെ പേര് ലോക് നിവാസ് എന്നും മാറ്റി. അപ്പോൾ രാജ്യത്തെ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവനുകളുടെ പുതിയ പേര് ലോക് ഭവൻ. ലഫ്റ്റനന്റ് ഗവർണർമാരുടെ വസതികളായ രാജ്നിവാസുകളുടെ പുതിയ പേര് ലോക് നിവാസ്. അപ്പോൾ അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഗവർണർമാരുടെ ഔദ്യോഗിക വസതി ഇനി മുതൽ ലോക് ഭവനാണ്. ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയുടെ പേര് ലോക് നിവാസ് ആണ്. ഓക്കെ, ഡിറ്റുവ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ്റെ പേര് സാഗർ ബന്ധു. ഡിറ്റുവ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ്റെ പേര് സാഗർ ബന്ധു. ഓക്സ്ഫഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ പ്രസാധകരായ ഓക്സ്ഫഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2025 വാക്കായി തിരഞ്ഞെടുത്തത് റേജ് ബെയ്റ്റ്. കൊളിൻസ് നിഘണ്ടു 2025 വാക്കായി തിരഞ്ഞെടുത്തത് വൈബ് കോഡിങ്.
ഓക്സ്ഫർഡ് ഇംഗ്ലീഷ് നിഘണ്ടുവിൻ്റെ പ്രസാധകരായ ഓക്സ്ഫർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2025 വാക്കായി തിരഞ്ഞെടുത്തത് റേജ് ബെയ്റ്റ്. കൊളിൻസ് നിഘണ്ടു 2025 വാക്കായി തിരഞ്ഞെടുത്തത് വൈബ് കോഡിങ്. യുദ്ധവിമാന സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഹൈസ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണ്? ചണ്ഡീഗഡിൽ. യുദ്ധവിമാന സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഹൈസ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണ്? ചണ്ഡീഗഡിൽ. ഇവിടുത്തെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിലെ TBRLലെ റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് RTRS കേന്ദ്രത്തിലായിരുന്നു പരീക്ഷണം. യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുമാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷിതമായി പുറത്തു കടക്കാനുള്ള സംവിധാനം എസ്കേപ്പ് സിസ്റ്റം വിലയിരുത്തുന്ന പരീക്ഷണമാണ് നടത്തിയത്. അപ്പോൾ യുദ്ധവിമാന സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഹൈസ്പീഡ് റോക്കറ്റ് ടെസ്റ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണ്? ചണ്ഡീഗഡിൽ. ഡെങ്കി വാക്സിൻ. കൊതുക് വഴി പടരുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിൻ ബ്രസീൽ അംഗീകാരം നൽകി. വാക്സിൻ്റെ പേര് ബുട്ടാൻടാൻ ഡെങ്കു വാക്സിൻ. സാവോ പൗലോയിലെ ബുഡന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച വാക്സിൻ 12 മുതൽ 59 പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാനാണ് അനുമതി. ഡെങ്കി വാക്സിൻ. കൊതുക് വഴി പടരുന്ന ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുന്ന ലോകത്തെ ആദ്യ ഒറ്റ ഡോസ് വാക്സിന് ബ്രസീൽ അംഗീകാരം നൽകി. വാക്സിൻ്റെ പേര് ബുട്ടാൻടാൻ ഡെങ്കി വാക്സിൻ. സാവോ പൗലോയിലെ ബുഡന്റൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച വാക്സിൻ 12 മുതൽ 59 പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാനാണ് അനുമതി. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും പത്നി ജോഡി ഹൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയാണ് ആന്റണി ആൽബനീസ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും പത്നി ജോഡി ഹൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഉള്ള ഫോട്ടോ. എത്രാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് ഡിസംബർ 5 ഡൽഹിയിൽ നടന്നത്? 23. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ഹൈദരാബാദ് ഹൗസിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തു. എത്രാമത്തെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് ഡിസംബർ 5 ഡൽഹിയിൽ നടന്നത്? 23ാമത്തെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ ഹൈദരാബാദ് ഹൗസിൽ നടന്ന ഉച്ചകോടിയിൽ പങ്കെടുത്തു. റഷ്യൻ പ്രസിഡന്റ് ആരാണിപ്പോൾ? വ്ളാദിമിർ പുതിൻ. അതും കൂടെ ഓർത്തു വയ്ക്കുക. 2025 രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൽഹിയിലെ ഗാസിപ്പൂർ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. ആദ്യമായാണ് ഡൽഹിയിൽ നിന്നുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ദേശീയ തലത്തിൽ ആദ്യ സ്ഥാനത്ത് എത്തിയത്. 2025 രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാസിപ്പൂർ. ഇന്ത്യയിലെ മുൻ കനേഡിയൻ സ്ഥാനാധിപതി കൂടിയായ നയതന്ത്രജ്ഞൻ ഡേവിഡ് മലോൺ അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ഡോക്ടറുടെ സഹായത്തോടെ മരണം വരിച്ചതിലൂടെ. കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിയമവിധേയമായ അസിസ്റ്റഡ് യുത്തനേസിയയിലൂടെയാണ് മറവി രോഗം സ്ഥിരീകരിക്കപ്പെട്ട മലോൺ മരണം തിരഞ്ഞെടുത്തത്. ഇന്ത്യയിലെ മുൻ കനേഡിയൻ സ്ഥാനാധിപതി കൂടിയായ നയതന്ത്രജ്ഞൻ ഡേവിഡ് മലോൺ അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? ഡോക്ടറുടെ സഹായത്തോടെ മരണം വരിച്ചതിലൂടെ. കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിയമവിധേയമായ അസിസ്റ്റഡ് യുത്തനേസിയയിലൂടെയാണ് മറവി രോഗം സ്ഥിരീകരിക്കപ്പെട്ട മലോൺ മരണം തിരഞ്ഞെടുത്തത്. നവംബർ 29 അന്തരിച്ച കാനത്തിൽ ജമീല സംസ്ഥാന നിയമസഭയിൽ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്? കൊയിലാണ്ടി. ഇപ്പോഴത്തെ 15ാം നിയമസഭയിൽ അംഗമായിരിക്കെ അന്തരിച്ച 4ാമത്തെ MLA ആണ് PT തോമസ്. ഉമ്മൻചാണ്ടി വാഴൂർ 4ാമത്തെ MLA ആണ് കാനത്തിൽ ജമീല. PT തോമസ്, ഉമ്മൻചാണ്ടി, വാഴൂർ സോമൻ എന്നിവരാണ് ഇതിനു മുമ്പ് വിട വാങ്ങിയവർ.
കോടതി ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ആന്റണി രാജു അയോഗ്യനുമായി. അപ്പോൾ നവംബർ 29 അന്തരിച്ച കാനത്തിൽ ജമീല സംസ്ഥാന നിയമസഭയിൽ ഏത് മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തിരുന്നത്? കൊയിലാണ്ടി. ഇപ്പോഴത്തെ 15ാം നിയമസഭയിൽ, ഇപ്പോഴത്തെ നിയമസഭ 15ാം നിയമസഭയാണ്. ഇപ്പോഴത്തെ 15ാം നിയമസഭയിൽ അംഗമായിരിക്കെ അന്തരിച്ച 4ാമത്തെ MLA ആണ് കാനത്തിൽ ജമീല. PT തോമസ്, ഉമ്മൻചാണ്ടി, വാഴൂർ സോമൻ എന്നിവരാണ് ഇതിനു മുമ്പ് വിടവാങ്ങിയവർ. കോടതി ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് ആന്റണി രാജു അയോഗ്യനുമായി. സെഞ്ചുറിയിൽ മുന്നിൽ. ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ ടെസ്റ്റ്, ഏകദിനം, T20 എന്നിവയിൽ ഒന്ന് മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് 52 നേടിയത് വിരാട് കോഹ്ലി, ഇന്ത്യയാണ്. റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള 1ാം ഏകദിന ക്രിക്കറ്റിലാണ് 51 സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്നത്. 2ാം ഏകദിന ക്രിക്കറ്റിലും ഒരു സെഞ്ചുറി നേടിയതോടെ കോഹ്ലിയുടെ സെഞ്ചുറി 53 ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് വിരാട് കോഹ്ലിയാണ്. ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത് വിരാട് കോഹ്ലിയാണ് കേട്ടോ. അതായത് ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ എന്ന് വെച്ചാൽ ടെസ്റ്റ്, ഏകദിനം, T20 എന്നിവയിൽ ഒന്നിൽ മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ റെക്കോർഡ് വിരാട് കോഹ്ലിക്കാണ്. റാഞ്ചിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഉള്ള 1ാം ഏകദിന ക്രിക്കറ്റിലാണ് 51 സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്നത്. 2ാം ഏകദിന ക്രിക്കറ്റിലും ഒരു സെഞ്ചുറി നേടിയതോടെ കോഹ്ലിയുടെ സെഞ്ചുറി 53 ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള 56ാമതിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം ഗോൾഡൻ പീകോക്ക് നേടിയ സിനിമ സ്കിൻ ഓഫ് യൂത്ത്. ആഷ്ലിൻ മെയ്ഫെയർ സംവിധാനം ചെയ്ത ഈ വിയറ്റ്നാമീസ് ചിത്രത്തിന് 40 ലക്ഷം രൂപ സമ്മാനത്തുകയായി ലഭിച്ചു. അഭിനയ രംഗത്ത് 50 വർഷം പൂർത്തീകരിച്ച നടൻ രജനീകാന്തിനെ മേളയിൽ ആദരിച്ചു. അപ്പോൾ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ 56ാമത്തെ മേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ മയൂരം ഗോൾഡൻ പീകോക്ക് നേടിയ സിനിമ സ്കിൻ ഓഫ് യൂത്ത് ആണ്. സ്കിൻ ഓഫ് യൂത്ത്. ഏഷ്യൻ മെയ്ഫെയർ സംവിധാനം ചെയ്ത ഈ സിനിമ വിയറ്റ്നാമീസ് ചിത്രത്തിന് 40 ലക്ഷം രൂപ സമ്മാനത്തുകയായി ലഭിച്ചു. അഭിനയ രംഗത്ത് 50 വർഷം പൂർത്തീകരിച്ച നടൻ രജനീകാന്തിനെ മേളയിൽ ആദരിച്ചു. ഓസ്ട്രേലിയയിൽ പദവിയിലിരിക്കെ വിവാഹിതനായ ആദ്യ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. 62-കാരനായ ആൽബനീസ് 42-കാരിയായ ജോഡി ഹൈഡനെയാണ് വിവാഹം ചെയ്തത്. ആൽബനീസ് വിവാഹമോചിതനാണ്. ജോഡിയുടെ ആദ്യ വിവാഹമാണ്. ഓസ്ട്രേലിയൻ പദവിയിലിരിക്കെ വിവാഹിതനായ ആദ്യ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1. ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ, ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ് എന്നതാണ് 2025 ദിനാചരണ വിഷയം. ലോക എയ്ഡ്സ് ദിനം എന്നാണ്? ഡിസംബർ 1. ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ, ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ് എന്നതാണ് 2025 ദിനാചരണ വിഷയം. അടുത്തിടെ ഫ്രാൻസിലെ വേഴ്സയിൽ നടന്ന ലേലത്തിൽ 23 കോടി രൂപയ്ക്ക് വിറ്റുപോയ ക്രൂശിതനായ ക്രൈസ്റ്റ് ഓൺ ദി ക്രോസ് വരച്ച ചിത്രകാരൻ പീറ്റർ പോൾ റൂബൻസ് 4 നൂറ്റാണ്ടുകളോളം കാണാമറയത്തായിരുന്ന ബറോക്ക് കാലഘട്ടത്തിലെ ഈ ഛായാചിത്രം 1613 വരച്ചതാണെന്ന് കരുതപ്പെടുന്നു. അടുത്തിടെ ഫ്രാൻസിലെ വേഴ്സയിൽ നടന്ന ലേലത്തിൽ 23 കോടി രൂപയ്ക്ക് വിറ്റുപോയ ക്രൂശിതനായ ക്രിസ്തു വരച്ച ചിത്രകാരൻ പീറ്റർ പോൾ റൂബൻസ്. ലോക ഭിന്നശേഷി ദിനം, ഇന്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ്? ഡിസംബർ 3. ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3. രാജ്യത്തെ ആദ്യ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കുർണൂർ, ആന്ധ്രാപ്രദേശ്. രാജ്യത്തെ ആദ്യ ഡ്രോൺ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കുർണൂൽ, ആന്ധ്രാപ്രദേശ്. അധിനിവേശ പലസ്തീൻ ഭൂപ്രദേശങ്ങളിലും ഇസ്രയേലിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിനുള്ള UN സ്വതന്ത്ര അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഡോക്ടർ മുരളീധർ ഒഡീഷ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസാണ്. അധിനിവേശ പലസ്തീൻ ഭൂപ്രദേശങ്ങളിലും ഇസ്രയേലിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റി അന്വേഷിക്കുന്നതിന് UN സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ഡോക്ടർ മുരളീധർ.
ഒഡീഷ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO ഉൾക്കൊള്ളുന്ന ഓഫീസ് സമുച്ചയത്തിൻ്റെ പുതിയ പേര് സേവാ തീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന ഓഫീസ് സമുച്ചയത്തിൻ്റെ പുതിയ പേര് സേവാ തീർത്ത്. സൗമൻ സെൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് സൗമൻ സെൻ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു. മുൻ ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ വിരമിച്ച ഒഴിവിലേക്കാണ് നിയമനം. മേഘാലയ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. കൊൽക്കത്ത സ്വദേശിയാണ്. 2011 കൊൽക്കത്ത ഹൈക്കോടതിയിൽ ജഡ്ജിയായി. 2025 സെപ്റ്റംബറിലാണ് മേഘാലയ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയത്. അപ്പോൾ കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. ആധാറിന് ഔദ്യോഗിക ചിഹ്നം. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നം യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കി. ആധാർ സേവനങ്ങളെക്കുറിച്ചുള്ള ആശയവിനിമയം ലളിതമാക്കാൻ ഉദയ് എന്നാണ് ചിഹ്നത്തിന് നൽകിയിട്ടുള്ള പേര്. ഉദയ്. തൃശൂർ സ്വദേശിയായ അരുൺ ഗോകുലാണ് ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. 875 രചനകളിൽ നിന്നാണ് അരുൺ ഗോകുൽ വിജയിയായത്. ഔദ്യോഗിക ചിഹ്നത്തിന് പേര് നൽകുന്നതിനുള്ള മത്സരത്തിൽ ഭോപ്പാൽ സ്വദേശിയായ റിയ ജെയിനാണ് വിജയിച്ചത്. ആധാർ സേവനങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണ ലളിതമാക്കാനാണ് ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കിയത്. ആധാറിന് ഔദ്യോഗിക ചിഹ്നം. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നം യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കി. ആധാർ സേവനങ്ങളെക്കുറിച്ചുള്ള ആശയവിനിമയം ലളിതമാക്കാൻ ഉദയ് എന്നാണ് ചിഹ്നത്തിൻ്റെ നൽകിയിട്ടുള്ള പേര്. ഉദയ്. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേര് ഉദയ് എന്നാണ്. ഉദയ്. തൃശൂർ സ്വദേശിയായ അരുൺ ഗോകുലാണ് ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ഈ ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആധാറിൻ്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തൃശൂർ സ്വദേശിയായ അരുൺ ഗോകുലാണ്. 875 രചനകളിൽ നിന്നാണ് അരുൺ ഗോകുൽ വിജയി ആയത്. ഔദ്യോഗിക ചിഹ്നത്തിന് പേര് നൽകുന്നതിനുള്ള മത്സരത്തിൽ ഭോപ്പാൽ സ്വദേശിയായ റിയ ജെയിനാണ് വിജയിച്ചത്. ആധാർ സേവനങ്ങളെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണ ലളിതമാക്കാനാണ് ഔദ്യോഗിക ചിഹ്നം പുറത്തിറക്കിയത്. വ്യോമയാന മേഖലയിലേക്ക് HNL ഹെലികോപ്റ്റർ. സിവിൽ വ്യോമയാന മേഖലയിലേക്കുള്ള പുതുതലമുറ ഹെലികോപ്റ്ററായ ധ്രുവ് NG ബംഗളൂരുവിൽ പരീക്ഷണ പറക്കൽ നടത്തി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തത്. ശക്തി 1 H1C ഇരട്ട എഞ്ചിനുകളാണ് കോപ്റ്ററിനുള്ളത്. മണിക്കൂറിൽ 285 കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ സാധിക്കും. തുടർച്ചയായി 3 മണിക്കൂർ 40 മിനിറ്റ് വരെ പറക്കും. പരമാവധി 15 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. എയർ ആംബുലൻസായി പ്രവർത്തിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വ്യോമയാന മേഖലയിലേക്ക് HNL ഹെലികോപ്റ്റർ, HLL ഹെലികോപ്റ്റർ. സിവിൽ വ്യോമയാന മേഖലയിലേക്കുള്ള പുതുതലമുറ ഹെലികോപ്റ്ററായ ധ്രുവ് എഞ്ചിൻ ബംഗളൂരുവിൽ പരീക്ഷണ പറക്കൽ നടത്തി. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡാണ് ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തത്. ശക്തി 1 H1C ഇരട്ട എഞ്ചിനുകളാണ് കോപ്റ്ററിലുള്ളത്. മണിക്കൂറിൽ 285 കിലോമീറ്റർ വേഗത്തിൽ വരെ പറക്കാൻ സാധിക്കും. തുടർച്ചയായി 3 മണിക്കൂർ 40 മിനിറ്റ് വരെ പറക്കും. പരമാവധി 15 യാത്രക്കാർക്ക് സഞ്ചരിക്കാം. എയർ ആംബുലൻസായി പ്രവർത്തിക്കാനുള്ള സൗകര്യമുണ്ട്. വെനിസുലയിൽ അമേരിക്ക കടന്നുകയറി. തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസുലയിലേക്ക് അതിക്രമിച്ചു കയറി പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും US സൈന്യം പിടിച്ചുകൊണ്ടുപോയി. മഡൂറോയെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന കാര്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പുറം ലോകത്തെ അറിയിച്ചത്. വെനിസുലയിലുള്ള ലഹരി സംഘങ്ങൾ US-ലേക്ക് മയക്കുമരുന്ന് കയറ്റി അയക്കുന്നതിൽ മഡൂറോ ഒത്താശ ചെയ്തുവെന്നാരോപിച്ചാണ് നടപടി. വെനിസുലയുടെ വിവിധ ഇടങ്ങളിൽ US ബോംബാക്രമണം നടത്തുകയും ചെയ്തു. ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ് എന്നാണ് പദ്ധതിക്ക് അമേരിക്ക നൽകിയ പേര്. വെനിസുലയുടെ ഇടക്കാല പ്രസിഡന്റായി ഡെൽസി റോഡ്രിഗ് ചുമതലയേറ്റു. വെനിസുലയിൽ അമേരിക്ക കടന്നുകയറി. തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസുലയിലേക്ക് അതിക്രമിച്ചു കയറി പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സീലിയ ഫ്ലോറൻസിനെയും US സൈന്യം പിടിച്ചുകൊണ്ടുപോയി. മഡൂറോയെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന കാര്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പുറം ലോകത്തെ അറിയിച്ചത്. വെനിസുലയിലേക്കുള്ള ലഹരി സംഘങ്ങൾ US-ലേക്ക് മയക്കുമരുന്ന് കയറ്റി അയക്കുന്നതിൽ മഡൂറോ ഒത്താശ ചെയ്തുവെന്നാണ്
ആരോപിച്ചാണ് നടപടി. വെനിസുലയുടെ വിവിധ രാജ്യങ്ങളിൽ US ബോംബാക്രമണം നടത്തുകയും ചെയ്തു. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്നാണ് പദ്ധതിക്ക് അമേരിക്ക നൽകിയ പേര്. വെനിസുലയുടെ ഇടക്കാല പ്രസിഡന്റായി ഡെൽസി റോഡ്രിഗ് ചുമതലയേറ്റു. ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടം. ക്രിമിനൽ കേസിൽ കുറ്റം തെളിഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിലെ MLA ആയ ആന്റണി രാജുവിനെ കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചു. 36 വർഷം മുമ്പ് നടന്ന തൊണ്ടിമുതൽ തിരിമറി കേസിലാണ് വിധി. ഇതോടെ ആന്റണി രാജുവിനെ സ്പീക്കർ അയോഗ്യനാക്കി. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യ വ്യക്തിയാണ് ആന്റണി രാജു. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഏതെങ്കിലും ജനപ്രതിനിധിയെ 2 വർഷത്തിൽ കൂടുതൽ കാലയളവിലേക്ക് ശിക്ഷിച്ചാൽ ജനപ്രതിനിധിയായുള്ള പദവിയിൽ നിന്ന് അയോഗ്യനാക്കുവാൻ സാധിക്കും. അപ്പോൾ ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടം. ക്രിമിനൽ കേസിൽ കുറ്റം തെളിഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിലെ MLA ആയ ആന്റണി രാജുവിനെ കോടതി 3 വർഷം തടവിന് ശിക്ഷിച്ചു. 36 വർഷം മുമ്പ് നടന്ന തൊണ്ടിമുതൽ തിരിമറി കേസിലാണ് വിധി. ഇതോടെ ആന്റണി രാജുവിനെ സ്പീക്കർ അയോഗ്യനാക്കി. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യ വ്യക്തിയാണ് ആന്റണി രാജു. അപ്പോൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാകുന്ന ആദ്യ വ്യക്തിയാണ് ആന്റണി രാജു. സുപ്രീം കോടതിയുടെ വിധി പ്രകാരം ഏതെങ്കിലും ജനപ്രതിനിധിയെ 2 വർഷത്തിൽ കൂടുതൽ കാലയളവിലേക്ക് ശിക്ഷിച്ചാൽ ജനപ്രതിനിധിയായുള്ള പദവിയിൽ നിന്ന് അയോഗ്യനാക്കുവാൻ സാധിക്കും. തിരുവിഴ ജയശങ്കറിന് ഹരിവരാസനം പുരസ്കാരം. ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് തിരുവിഴ ജയശങ്കറിന്. സംസ്ഥാന സർക്കാരിൻ്റെ 2026 വർഷത്തെ ഹരിവരാസനം പുരസ്കാരത്തിന് നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ അർഹനായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നാഗസ്വരം ജനകീയമാക്കുന്നതിനും അതുവഴി ഭക്തിഗാന മേഖലയ്ക്ക് നൽകിയ അതുല്യ സംഭാവനകളും പരിഗണിച്ചാണ് പുരസ്കാരം. സർവമത സാഹോദര്യത്തിനും സമഭാവനയ്ക്കുമുള്ള സർഗാത്മകമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനും ആദരിക്കാനും വേണ്ടിയാണ് 2012 മുതൽ പുരസ്കാരം നൽകി വരുന്നത്. അപ്പോൾ ഹരിവരാസന പുരസ്കാരം നൽകി വരുന്നത് 2012 മുതലാണ്. 2026 ഹരിവരാസന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് തിരുവിഴ ജയശങ്കറിനാണ്. അപ്പോൾ തിരുവിഴ ജയശങ്കറിന് ഹരിവരാസന പുരസ്കാരം. സംസ്ഥാന സർക്കാരിൻ്റെ 2026 വർഷത്തെ ഹരിവരാസന പുരസ്കാരം നാഗസ്വര വിദ്വാൻ തിരുവിഴ ജയശങ്കർ അർഹനായി. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. നാഗസ്വരം ജനകീയമാക്കുന്നതിനും അതുവഴി ഭക്തിഗാന മേഖലയ്ക്ക് നൽകിയ അതുല്യ സംഭാവനകളും പരിഗണിച്ചാണ് പുരസ്കാരം. സർവമത സാഹോദര്യത്തിനും സമഭാവനയ്ക്കുമുള്ള സർഗാത്മകമായ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനും ആദരിക്കാനും വേണ്ടിയാണ് 2012 മുതൽ പുരസ്കാരം നൽകി വരുന്നത്. ഓക്കെ, ഇനിയുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്